ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ ഇത്തവണ പതിവ് പോലെ പ്രവാസികളെത്താൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളാണ് പ്രവാസികളുടെ യാത്രാ പദ്ധതികളിലെ കണക്കുകൂട്ടൽ തെറ്റിച്ചത്. ഇതിനു പുറമെ വിമാന കമ്പനികളുടെ സീസൺ കൊള്ള പ്രവാസി വോട്ടിങ്ങിനെ സാരമായി തന്നെ ബാധിക്കും. കേരളത്തിൽ പൊള്ളുന്ന ചൂടാണ്. എന്നാൽ അതിനേക്കാളും വലിയ ചൂടിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നത്. പ്രവാസി മലയാളികളുടെ വോട്ടിങ്ങിനെ ചൊല്ലി വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നതും. ഏപ്രിൽ 9 വോട്ടെടുപ്പ്. ഇത്തവണ പതിവ് പോലെ വോട്ട് ചെയ്യാൻ പ്രവാസികൾ എത്തുമോ ഇല്ലയോ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആശങ്ക. കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആകാശയാത്രയിലെ പ്രതിസന്ധികളും തുടരുകയാണ്. ഇത് പ്രവാസി വോട്ടർമാരുടെ വരവിനെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം പ്രവാസി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് മുന്നണികളും. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസികളുടെ യാത്രാ പദ്ധതികളെ തകിടം മറിച്ചിരിക്കുകയാണ്. വ്യോമപാതകൾ അടച്ചതോടെ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികളെല്ലാം സർവീസുകൾ വെട്ടിക്കുറച്ചതും വലിയ തിരിച്ചടിയായി. നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ സീറ്റുകൾ ലഭിക്കാനുമില്ല. ഇത്തരം അവസ്ഥയിൽ പെട്ടുപോയിരിക്കുകയാണ് പ്രവാസികൾ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് വോട്ട് ചെയ്യാൻ എത്തുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ വിമാന കമ്പനികൾ ഇന്ധന സർചാർജ് ഏർപ്പെടുത്തിയതും വലിയ ഇരുട്ടടി തന്നെയാണ്. മാത്രമല്ല ടിക്കറ്റ് നിരക്കിലുണ്ടായ അമിതമായ വർധനവാണ് പ്രവാസികളെ വലയ്ക്കുന്ന മറ്റൊരു കാര്യം. സാധാരണ 15,000 രൂപയിൽ താഴെ ലഭിച്ചിരുന്ന ടിക്കറ്റുകൾ ഇപ്പോൾ 50,000 മുതൽ 80,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. പ്രത്യേകിച്ച് ദുബായ് കൊച്ചി സെക്ടറിൽ ടിക്കറ്റ് നിരക്ക് 77,000 രൂപ വരെ ഉയർന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഒരു വോട്ട് രേഖപ്പെടുത്താനായി ഇത്ര വലിയ തുക ചെലവാക്കി നാട്ടിലേക്ക് വരണോ എന്നാണ് സാധാരണക്കാരായ പ്രവാസികൾ ചിന്തിക്കുന്നത്. ഇതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വിമാന കമ്പനികളുടെ ഈ സീസൺ കൊള്ള പ്രവാസി വോട്ടിങ്ങിനെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വം പ്രവാസികൾക്കിടയിൽ ജോലി നഷ്ടപ്പെടുന്ന ഭീതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പല സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് അവധി നൽകുന്നതിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ജോലിയിൽ തുടരാനാകുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർ തെരഞ്ഞെടുപ്പിൽ ചെലുത്തുന്ന സ്വാധീനം വോട്ടെണ്ണലിൽ വലിയ അട്ടിമറികൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.